സോ വെൽക്കം ബാക്ക് ഗായ്സ്. ഞങ്ങളുടെ ഇത് പാർട്ട് 2 ആണ് ഇന്നലത്തെ വീഡിയോയുടെ. ആക്ച്വലി ഡാബ പോപ്പ് നടക്കുന്ന ആ ഗ്രൗണ്ടിൽ തന്നെ ഒരു സെക്ഷൻ ആയിരുന്നു ഇത്, ബ്രെഡ് അറൗണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പല കൺട്രീസിൻ്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് കോർണേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോർണേഴ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് രണ്ടൊരു ഐസ്ക്രീം സ്റ്റോൾസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെ ഫ്ലേവേഴ്സ് ഉള്ളത് നോക്കി. ജോഷോയ്ക്ക് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റോൾസും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു തിരക്കില്ലാത്തൊരു ഡേ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അവരോടൊക്കെ സംസാരിച്ച് ഓരോ സ്റ്റോൾസിലും അല്ലേ സ്റ്റാഫ്സിനോട് സംസാരിച്ച് എന്തൊക്കെയാണ് ഡിഷസ്, എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇതെല്ലാം ആക്ച്വലി ഒതൻറ്റിക് അവരുടെ ട്രഡീഷണൽ അല്ലേ ഒതൻറ്റിക് ഡിഷസ് ആണ് അവർ സെർവ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ഒമാനികളുടെ സ്റ്റോളിലാണ്. അവിടെ പ്രത്യേകതരം എന്ന് വെച്ചാൽ ഒമാനികളുടെ പ്രത്യേക ഒരു സ്നാക്സായ കൈമാത്ത്, അത് ഫ്രഷായിട്ട് നമുക്ക് അവർ ഉണ്ടാക്കി തരുമായിരുന്നു. കൈമാത്ത് എന്ന് പറഞ്ഞ ഒരു റൗണ്ടിലിരിക്കുന്ന ഒരു ബോൾ ആയിട്ടുള്ളത്, ഇതിന് പറയുന്ന പേരാണ് കൈമാത്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ മണ്ടാസി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് അവരുടെ ഒമാനികളുടെ പ്രത്യേക ഒരു പേരിലാണ് ഒമാനി ഹൂപ്സ്, അത് ഗീയൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ദോശ സ്റ്റൈലിലുള്ളത്. ആക്ച്വലി എല്ലാം ഒരു സ്വീറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൂവ് ഓൺ ചെയ്തത് സുഡാനിലേക്കാണ് അല്ലേ, സുഡാൻ്റെ ഡിഷസ് നോക്കാനായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുബൂസ് മാതിരി, പിന്നെ ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, അവിടെ എന്തൊക്കെയോ ഉണ്ട് അവരുടേതായിട്ടുള്ള ഡിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്ലോസ് ടു, അത് ഇവിടെയും നമുക്ക് ജനറലി വാങ്ങാൻ കിട്ടുന്നതൊക്കെ തന്നെ. പിന്നെ നമ്മൾ പോയത് ഫ്രാൻസിലാണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസോൺ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഫ്ലേവറും കോക്കനട്ടും അങ്ങനെ ഡിഫറെൻറ്റ് ചീസായിട്ടുള്ള കോസോൺസും. അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു എന്തൊക്കെയുള്ളത്. ആക്ച്വലി ഇത് കാണാൻ നല്ല രസമായിരുന്നു, കാരണം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. പിന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, റെഡ് ഗ്രീൻ കളേഴ്സൊക്കെ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ നാഷണൽ ഡേ ആയതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ ആ ഒരു കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. മഫിൻസ്, ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് മഫിൻസ് ഉണ്ടായിരുന്നു, ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു, ബർഗേഴ്സ്, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കീസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ വാൾനട്ട് ക്രഞ്ചസും അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഓരോന്നും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഭയങ്കര സംച്വസ് ആയിട്ട് തോന്നി. ആക്ച്വലി വെള്ളം വരെയായിരുന്നത് കണ്ട പോലെ. പിന്നെ മധുരം ഇത്രയും സ്വീറ്റ്സ് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഫുൾ സ്വീറ്റ്സ് ആയിരുന്നു അവിടെ. പിന്നെ അവർ അറേഞ്ച് ചെയ്തുന്ന ഒരു സ്റ്റൈലും നല്ല രസമുണ്ടായിരുന്നു. കപ്പ് കേക്ക്സിന് നോക്കുക, കപ്പ് കേക്ക്സ് നോക്കുക, നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സ് ഉണ്ട്, വൈറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ. യെസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോയത് റുമാനിയ അല്ല, അതിന് മുന്നേ നമ്മൾ മൊറോക്കോയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മൊറോക്കോയിലേക്ക് എത്തി. ഫ്രാൻസിൽ നിന്ന് മൊറോക്കോയിലേക്ക് ചാടി. മൊറോക്കോയിൽ നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കുന്നത്. മൊറോക്കോയിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അവർ തിരിച്ച് വിളിച്ച് നമുക്ക് അതെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ മറ്റേ കൈമാത്ത് തന്നെ ഞങ്ങൾക്ക് അവരുണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിച്ചിട്ട് ഇത് നല്ല, പക്ഷെ ഭയങ്കര ഹോട്ടായിരുന്നേ, വായിൽ വെക്കാനൊക്കെ ഇല്ലായിരുന്നു. അതെ അതൊന്നാമത് സ്മോൾ ബൈറ്റ് എടുക്കുകയാണെങ്കിൽ ഒട്ടും എടുക്കാൻ പറ്റില്ല, ഒരുമിച്ച് വായിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു. അത് നമ്മളവിടെ ഓക്കെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് നമ്മൾ ബാക്കി കൺട്രി സ്റ്റോൾസിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് നൗ ബാക്ക് ടു മൊറോക്കോ ഹിയർ. മൊറോക്കോയിൽ ഫസ്റ്റ് പോയപ്പോൾ തന്നെ അവർ നമ്മളെ ആ സ്റ്റാഫ് ഇംപ്രസ് ചെയ്തത് അടിച്ചായ പോലെ അടിച്ചു തരുന്ന കണ്ടിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് തലവേദനയായിട്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. അവിടെ വന്നാൽ ആ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന മിന്റ് ഇട്ടിട്ടുള്ള ഒരു ടീ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ്, റിഫ്രഷിംഗ് ആയിട്ട് തോന്നി നമുക്ക്. നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ എന്താണോ ഇത് കുടിച്ചപ്പോൾ എന്നെ തലവേദന പോയി, നമ്മൾ ആകെ ഒരു റിഫ്രഷ് ആയ പോലെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തു. മിൻറ്റിൻ്റെ ഫ്ലേവറാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അവർ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടൊക്കെയാണ് ജസ്റ്റ് ട്രൈ ദിസ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നത്. അപ്പോൾ കുറച്ച് നേരം അത് കുടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ മൊറോക്കോ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവർ അവിടെ ഇങ്ങനെ
നല്ല ഭംഗിയിൽ അവരുടെ കുറേ വെസൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൊമാനിയയിലേക്ക് പോയി. റൊമാനിയയിൽ വെൽക്കം ആയിരുന്നു ആക്ച്വലി അല്ലേ. ആ ലേഡി ഭയങ്കര പ്ലീസിങ്ങും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ കുറേ വർഷമായിട്ട് അവരുടെ മോളൊക്കെ ഒമാനിലുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇവരിവിടെ വെച്ചത് ഒതൻറ്റിക് കേക്ക് അല്ലേ, കേക്കാണ് അവരുടെ മെയിൻ. അവർ ട്രഡീഷണൽ കേക്ക് എന്നാണ് പറഞ്ഞത്. അവരുടെ മെയിൻ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ അവർ വെക്കുന്ന കേക്കാണ്. അതിൻ്റെ സ്ലൈസസ് ആണ് അവരിവിടെ ആക്ച്വലി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്മോൾ കവേഴ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ടും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അവർ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓരോന്നും, കേക്കും പിന്നെ അവരുടെ കുക്കീസും. അപ്പോൾ ഇതാണ് അവർ മെയിനായിട്ട് സെല് ചെയ്യണത്. സോ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഇതാണ് അവരുടെ മെയിൻ കേക്ക് അവർ വെക്കുക. ആക്ച്വലി ഒരു ലോഫ് ഓഫ് ബ്രെഡ് പോലെയൊക്കെ തോന്നി നമുക്ക് കണ്ടപ്പോൾ. പക്ഷേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് അത് ഈ കേക്കിൽ വരുന്നത്. പിസ്താഷ്യോ വരുന്നുണ്ട്, പിന്നെ നട്ട്സിൻ്റെ അല്ലെ, ബദാമിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റുള്ള, കോക്കനട്ടിൻ്റെ ഇത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം നമ്മളവിടുന്ന് ഒരു സ്ലൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റിയാണ്. അതാ റൊമാനിയൻ എന്നൊക്കെ അവർ ചൂണ്ടി കാണിച്ച് തരുന്നുണ്ട്. അവർ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു എന്താണെന്ന്. അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവർ ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് തന്നെ വാങ്ങി. ലേഡിയുടെ കൂടെ കുറച്ച് ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത്, അതെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ റഷ്യയിൽ നോക്കിയപ്പോൾ റഷ്യ empty ആയി കിടക്കണം. എന്നാൽ ശരി നമുക്ക് തന്നെ സ്റ്റാഫായി ചുമ്മാ ഒന്നൊരു എനാക്ട്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ്. ആഗ്രഹമൊക്കെ തോന്നിയല്ലേ നമുക്ക് അവിടെ ചെന്ന് വല്ല സ്റ്റോൾസൊക്കെ ഇട്ട് ഇങ്ങനെ. അതൊക്കെ ഒരു രസമാണല്ലേ ആക്ച്വലി ഒരു മൊമെൻറ്റ്സ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ പോയി നോക്കിയപ്പോൾ പാനിപ്പൂരിയാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ത്യ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ തൊട്ടപ്പുറത്തേക്ക് പോയത് ഇറ്റലിയാണ്. ഇറ്റലിയിൽ ആസ് യു ഓൾ നോ പിസ്സയാണ് അവിടുത്തെ മെയിൻ ഇത്. അപ്പോൾ അതും ജസ്റ്റ് കണ്ടു. അവിടുത്തെ ആളവിടെ ഓപ്പോസിറ്റ് എവിടെയോ ഇരിക്കുന്നുണ്ടായിരുന്നു സ്റ്റാഫ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അത് കാരണം അവർ നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കി തരും. അങ്ങനെ ജസ്റ്റ് അവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റോൾ ഉണ്ടായിരുന്നത് ടർക്കിയാണ് തോന്നുന്നു അല്ലേ. ടർക്കി ഇതുപോലെ കുറേ ഭയങ്കര ഫുൾ സ്വീറ്റ്സ്, നല്ല ഡിസ്പ്ലേ ആയിരുന്നു അവർ അത് പറഞ്ഞത്. അപ്പോൾ എല്ലാം സ്വീറ്റ്സാണ്. കുറേ വൈറ്റ് അല്ലേ, എള്ള് വെച്ചിട്ടുള്ള മിക്ക സ്വീറ്റ്സും അതിന് എന്തോ ഒരു പേര് പറഞ്ഞിരുന്നല്ലോ, എന്തോ ഒരു പേര് അവർ പറഞ്ഞത്. എനിക്ക് ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അത് എല്ലാത്തിനും അതാ പറയുക. പക്ഷെ അതിൻ്റെ കൂടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂടി ചുറ്റിക്ക് ഇറങ്ങി എല്ലാം കണ്ടു കഴിഞ്ഞ് ബ്രെഡ് അറൗണ്ട് ദ വേൾഡ് എന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെയും കുറച്ചും കൂടി ഫേർദർ നമ്മൾ ആ ഏരിയയിൽ തന്നെ വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. അവിടെയും ഫുൾ ഫുഡ് കൗണ്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഒന്നുമില്ല, ഇതൊരു ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതായിരുന്നു. പക്ഷേ അവിടെ നോർമലായിട്ട് നമുക്ക് ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവുമല്ലോ, ഫുഡ് കൗണ്ടേഴ്സ്. അങ്ങനെ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. നമ്മുടെ മെയിൻലി ഒമാനിലൊക്കെ കിട്ടുന്ന നോർമൽ ഫുഡ്, എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ ഫുഡ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. വെള്ളവും ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ ബബിക്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ബബിക്യൂ വാങ്ങിച്ചു, നമ്മൾ കഴിച്ചു. അതിന് എന്തോ വേറൊരു പേര് പറഞ്ഞല്ലോ, വെച്ചിട്ട് എന്തോ പറയണ്ടായിരുന്നില്ലേ ബാബിക്യൂന്, എന്തോ അങ്ങനെയല്ല നമ്മൾ ഓർഡർ ചെയ്തത്. വേണമെന്നല്ലേ പുള്ളി ചോദിച്ചത്? എന്തോ ഓർക്കുന്നില്ല. മിഷ്കാക്ക് പോർമേറ്റിയല്ലേ. അതെ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കുറച്ച് നേരം അത് സമയം എടുത്തത് കിട്ടാൻ അല്ലേ. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങി നോക്കുമായിരുന്നു വേറെ എന്തൊക്കെയാണ് അവിടെ ഫുഡ് കൗണ്ടേഴ്സ് ഉള്ളതെന്ന്. പിന്നെ എല്ലാ കൗണ്ടേഴ്സൊന്നും ഓപ്പൺ ആയിരുന്നില്ല, കാരണം അതൊരു വീക്ക് ഡേ ആണ്. യൂഷ്വലി ഇത് അവർ ഫോക്കസ് ചെയ്യണത് എനിക്ക് തോന്നുന്നു വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അങ്ങനെ 4 ദിവസമാണ് ഇവരുടെ മെയിൻ ഇവന്റ് തോന്നുന്നത്. പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. മേ ബി ഇവിടെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ആൾക്കാർ വരുള്ളൂ. 8-9 മണിയൊക്കെ നമ്മളിവിടെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ എത്തി, നമ്മളൊരു 6 മണിയായപ്പോൾ എത്തി തോന്നുന്നു, 6 o'clock എത്തി നമ്മളെത്തി അവിടെ. അതെ. അപ്പൊ അത്ര നേരം ഇവര് എനിക്കുള്ള ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും സമയം. നമ്മളെല്ലാം എല്ലാം അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. അതെ ഒരു വെയിറ്റിംഗ് പീരീഡ്. പക്ഷെ നമുക്ക് അവിടുത്തെ ഒരു സീറ്റിങ്ങും അതൊക്കെ ഭയങ്കര ഇഷ്ടമായല്ലേ, ടയറും കൊണ്ടുമൊക്കെ ഉള്ള
നല്ല ഇഷ്ടമായി. ഇതാ ഇങ്ങേരാണ് ഈ വരുന്നുണ്ട്. അനുഭവമാണ്. ആളിങ്ങനെ വന്ന് ചോദിക്കണത് എന്ത് ഫുഡ് വേണം എന്നൊക്കെ ചോദിച്ചാൽ കൊണ്ടുവന്നേരാ കുറേ സമയത്താണ്. ഇപ്പോൾ കൊണ്ടുവന്നേരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞ് മിഷ്കാക്ക് എന്ന് പറഞ്ഞ ബീഫ് ബാർബിക്യൂ ഇൻഫാക്ട്. അപ്പോൾ അതും കുറച്ച് കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതെ ഞാൻ ചുമ്മാ പിടിച്ചിരിക്കുന്നുള്ളൂ.